കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നാട്ടിൽ വി.ഡി. സതീശനെ അനുകൂലിച്ച് പ്രകടനം. പേരാവൂർ മണ്ഡലത്തിൽപ്പെട്ട ഇരിട്ടിയിലാണ് വി.ഡി. സതീശൻ അനുകൂല പ്രകടനം നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇപ്പോൾ അവിടെ നിന്നും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, കെ.പി.സി.സി പ്രസിഡന്റിന്റെ സ്വന്തം നാട്ടിലാണ് ഇത്തരത്തിലൊരു വി.ഡി. സതീശൻ അനുകൂല പ്രകടനം നടക്കുന്നത്. ആരൊക്കെയാണ് ഇതിന് പിന്നിൽ? എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് മിഥുൻ? അശ്വതി, നമുക്കറിയാം നേരത്തെ തന്നെ കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലയിടത്തും ഫ്ലക്സ് ബോർഡുകളും മറ്റും ഉയരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണിപ്പോൾ കെ.പി.സി.സി അധ്യക്ഷനായ സണ്ണി ജോസഫിൻ്റെ സ്വന്തം തട്ടകമായ പേരാവൂരിലെ ഇരിട്ടിയിൽ ഇത്തരമൊരു പ്രകടനം, വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രകടനം ഇരിട്ടി ടൗണിൽ ഇപ്പോൾ നടക്കുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകർ ഈ ഒരു പ്രകടനത്തിലുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയകരമായ ഒരു കാര്യം. കാരണം വി.ഡി. സതീശനെതിരെ നയിച്ചവൻ നായകനാകണം, അല്ലെങ്കിൽ നയിച്ചവൻ മുഖ്യമന്ത്രിയാകണമെന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള ഈ ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗം എന്നുള്ളത്. ഉമ്മൻചാണ്ടിയുടെയും വി.ഡി. സതീശൻ്റെയും ഫോട്ടോകൾ പതിച്ച ബോർഡുകൾ പിടിച്ചാണ് ഇവർ ഈ ഒരു പ്രകടനം ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ശക്തമായി ഇവിടെ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഏതായാലും അവസാന നിമിഷം കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം വ്യാപകമായി നടത്തുന്നു എന്നുള്ള വികാരങ്ങൾക്കിടെ തന്നെയാണ് ഇത്തരത്തിൽ പലയിടത്തും പ്രതിഷേധങ്ങൾ ഉയരുന്നൊരു സാഹചര്യമുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ തട്ടകത്തിൽ തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടക്കുന്നത്. വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ളൊരു പ്രകടനം ഇപ്പോൾ നടക്കുന്നത്. ഈ 102 സീറ്റ് എന്ന വലിയ നേട്ടത്തിലേക്ക് UDF-നെ കൊണ്ടുചെന്ന് എത്തിച്ചത് വി.ഡി. സതീശനാണ്. അത്തരത്തിലൊരു നേതാവിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഈ പ്രവർത്തകർ ഒന്നടങ്കം കാഴ്ചവെക്കുന്നത്. നയിച്ചവനെ തന്നെ നേതാവാക്കണം, അല്ലാത്ത പക്ഷം കെട്ടിയിറക്കുന്ന നേതാക്കളെ വേണ്ട എന്നൊരു നിലപാടിലേക്ക് തന്നെ ഇവിടുത്തെ പ്രവർത്തകർ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നിപ്പോൾ തൊട്ട് മുൻപ് തന്നെ ഈ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടെ അഭിപ്രായം പറഞ്ഞ
നേതാക്കന്മാർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ണൂരിൽ കണ്ടതാണ്. മാത്രമല്ല KC വേണുഗോപാലിൻ്റെ സ്വന്തം നാട്ടിൽ പോലും VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലക്സ് ബോർഡുകളും മറ്റും ഉയരുന്നതും നമ്മൾ കണ്ടു. അത്തരത്തിൽ നിലവിലുള്ള ജനവികാരത്തിനെതിരായി നേതൃത്വം മുന്നോട്ട് പോയാൽ അത് അംഗീകരിച്ചു കൊടുക്കാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ സംസ്ഥാന വ്യാപകമായി പലയിടത്തും ഇത്തരത്തിൽ VD സതീശന് വേണ്ടി ഇത്തരത്തിലുള്ള മാർച്ചുകളും അല്ലെങ്കിൽ ബോർഡുകളും ഒക്കെ ഉയരുന്നൊരു സാഹചര്യം. ഇപ്പോൾ മാർച്ചിപ്പോൾ ഈ VD സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഈ പ്രകടനം ഇപ്പോൾ ഇരിട്ടി നഗരത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിനുശേഷം നമുക്ക് ഇവരുടെ പ്രതികരണം തേടാമെന്ന് തന്നെയാണ് കരുതുന്നത്. മുദ്രാവാക്യം വിളിച്ച് ഓരോരുത്തരും മുന്നോട്ട് പോകുന്നൊരു ദൃശ്യമാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും VDയെ ഒതുക്കിക്കൊണ്ട് കെട്ടിയിറക്കുന്ന ആളുകൾ വേണ്ട, അത് രമേശ് ചെന്നിത്തല ആയാലും KC വേണുഗോപാൽ ആയാലും തങ്ങൾക്ക് വേണ്ട എന്നൊരു നിലപാട് തന്നെയാണ് ഇവിടുത്തെ ഈ പ്രവർത്തകർ ഓരോരുത്തരും ഇപ്പോൾ ഈ പ്രകടനത്തിലൂടെ വിളിച്ചു പറയുകയും ചെയ്യുന്നത്. അശ്വതി. യെസ്, മിഥുൻ എന്തായാലും അവിടെ തുടരുക. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ സ്വന്തം നാട്ടിൽ സണ്ണി ജോസഫിന്റെ മൂക്കിൻ തുമ്പത്താണ് ഇത്തരത്തിൽ VD സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം. കെട്ടിയിറക്കിയ നേതാക്കളെ ഒന്നും തങ്ങൾക്ക് വേണ്ട, മുഖ്യമന്ത്രി ആകുന്നത് അത് VD സതീശനായിരിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ VD സതീശൻ അനുകൂലികൾ ഇപ്പോൾ പരസ്യ പ്രകടനം നടത്തിയിരിക്കുന്നത്. തമ്മിലടിച്ച് തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു ദയനീയ കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മൂന്നായി തിരിഞ്ഞിരിക്കുന്നു. KC വേണുഗോപാലിനായി ഒരു പക്ഷം, VD സതീശനായി മറ്റൊരു പക്ഷം, ഇനി ചെന്നിത്തലയ്ക്കായി വേറൊരു പക്ഷം. എന്തായാലും VD സതീശൻ അനുകൂലികൾ ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം VD സതീശന് വേണ്ടിയുള്ള രോഷപ്രകടനം നമുക്ക് കാണാൻ സാധിക്കും. K സുധാകരന്റെ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ ഈ VD സതീശൻ അനുകൂലികളുടെ പൊങ്കാല കാണാൻ സാധിക്കും. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രി അത് ആരാകുമെന്ന കാര്യത്തിൽ ചർച്ച നടക്കുമ്പോഴും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അണികൾക്കിടയിൽ നടക്കുകയാണ്. മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. യെസ്.